മഹാരാഷ്ട്രയിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അനുകൂലമായി വോട്ട് ചെയ്തില്ലെങ്കിൽ സ്ത്രീകൾക്ക് വിതരണം ചെയ്തു വരുന്ന ഫണ്ട് തിരിച്ചെടുക്കുമെന്ന വിവാദ പ്രസ്താവനയുമായി സ്വതന്ത്ര എംഎൽഎ. എൻഡിഎക്ക് പിന്തുണ നൽകുന്ന സ്വതന്ത്ര എംഎൽഎ രവി റാണയാണ് മഹാരാഷ്ട്ര സർക്കാരിന്റെ ലഡ്കി ബഹിൻ പദ്ധതി പ്രകാരമുള്ള ഫണ്ടുകൾ തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞത്. സംസ്ഥാനത്തെ 21 മുതൽ 65 വയസ്സ് വരെയുള്ള യോഗ്യരായ സ്ത്രീകൾക്ക് പ്രതിമാസം 1500 രൂപ നൽകുന്ന പദ്ധതിയാണ് മുഖ്യമന്ത്രി മജ്ഹി ലഡ്കി ബഹിൻ യോജന. മഹായുതി സർക്കാരാണ് പദ്ധതി ആരംഭിച്ചത്. തെരഞ്ഞെടുപ്പിന് ശേഷം പദ്ധതി പ്രകാരമുള്ള തുക 1500 രൂപയിൽ നിന്ന് 3000 രൂപയായി വർദ്ധിപ്പിക്കാൻ ഞാൻ ശ്രമിക്കും. ഞാൻ നിങ്ങളുടെ സഹോദരനാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ അനുഗ്രഹം നൽകിയില്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നിലവിൽ നൽകി വരുന്ന 1500 രൂപ ഞാൻ തിരിച്ചെടുക്കും. കഴിഞ്ഞ ദിവസം അമരാവതിയിൽ ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കവെയാണ് റാണയുടെ പരാമർശം. തമാശ പറഞ്ഞതാണെന്നും ആ സമയം സ്ത്രീകൾ ചിരിക്കുകയായിരുന്നു എന്നുമാണ് സംഭവം വിവാദമായതോടെ റാണ പ്രതികരിച്ചത്. പ്രതിപക്ഷ നേതാക്കൾ അനാവശ്യമായി ഇതിനെ ചൊല്ലി പ്രശ്നമുണ്ടാക്കുകയാണെന്നും റാണ കൂട്ടിച്ചേർക്കുന്നുണ്ട്. സഹോദരൻ തന്റെ സഹോദരിമാർക്ക് നൽകിയ സമ്മാനത്തെ ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ലെന്നായിരുന്നു സംഭവത്തിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നവിസിന്റെ പ്രതികരണം. മുമ്പത്തെ മഹാവികാസ് അഘാടി സർക്കാർ സ്ത്രീ ശാക്തീകരണത്തെ അവഗണിച്ചു. ഈ പദ്ധതിയെ വിമർശിക്കുന്നവർ അധികാരത്തിലിരുന്നപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. സഹോദരിമാരുടെ സ്നേഹം 1500 രൂപ കൊണ്ട് വാങ്ങാൻ കഴിയില്ലെന്നും ഫട്നവിസ് പറഞ്ഞു. ലഡ്കി ബഹിൻ പദ്ധതിയുടെ രാഷ്ട്രീയ ലക്ഷ്യം എടുത്തു കാണിക്കുന്നതാണ് രവി റാണയുടെ പരാമർശമെന്ന് സംസ്ഥാന നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് വിജയ് വഡേത്തിവാർ പറഞ്ഞു. പദ്ധതി പ്രകാരം വിതരണം ചെയ്യുന്ന പണം റാണയുടെയോ മുഖ്യമന്ത്രിയുടെയോ ഉപമുഖ്യമന്ത്രിമാരുടെയോ ആണോ എന്ന് അദ്ദേഹം ചോദിച്ചു. സ്ത്രീകൾക്കെതിരായ ഭീഷണി നടപ്പിലാക്കിയാൽ താൻ എന്ത് ചെയ്യുമെന്ന് കണ്ടോളൂ എന്നായിരുന്നു NCP MP സുപ്രിയ സുലെയുടെ പ്രതികരണം. സംസ്ഥാന ബജറ്റിലാണ് ലഡ്കി ബഹിൻ യോജന മഹാരാഷ്ട്ര സർക്കാർ പ്രഖ്യാപിച്ചത്. പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ കുടുംബ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. ഗുണഭോക്താവായ സ്ത്രീക്ക് അവരുടെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ആധാർ, റേഷൻ കാർഡ്, സംസ്ഥാനത്ത് താമസസ്ഥലം എന്നിവയുണ്ടായിരിക്കണം. നേരത്തെ പദ്ധതിയെ വിമർശിച്ച് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ രംഗത്തെത്തിയിരുന്നു. വോട്ടർമാർക്ക് കൈക്കൂലി കൊടുക്കുന്നതാണ് ലഡ്കി ബഹിൻ പദ്ധതിയെന്ന് പറഞ്ഞായിരുന്നു ഏക്നാഥ് ഷിൻഡെ സർക്കാരിനെതിരെ ഉദ്ധവ് താക്കറെ ആഞ്ഞടിച്ചത്. ഉദ്ധവ് താക്കറെക്കെതിരെ BJP രംഗത്തെത്തുകയും ചെയ്തിരുന്നു. മഹായുതി സർക്കാരിന്റെ മുഖ്യമന്ത്രി മജ്ഹി ലഡ്കി ബഹിൻ യോജനയുടെ വൻ ജനപ്രീതി കണ്ട് ശിവസേന UBT തലവൻ ഉദ്ധവ് താക്കറെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതിയിലാണെന്നും അതിനാലാണ് പദ്ധതിയെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നതെന്നുമാണ് മഹാരാഷ്ട്ര BJP പ്രസിഡന്റ് ചന്ദ്രശേഖർ ബവൻകുലെ പറഞ്ഞത്. ലഡ്കി ബഹിൻ യോജനയെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച് സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉദ്ധവ് താക്കറെ ശ്രമിച്ചു. കോടീശ്വരന്മാരുടെ കുടുംബത്തിൽ ജനിച്ചവർക്ക് ഈ പദ്ധതിയുടെ മൂല്യം അറിയില്ല. സ്ത്രീകൾക്ക് ഉപകാരപ്രദമായ ഒരു പദ്ധതിയെ പരിഹസിച്ചുകൊണ്ട് ഉദ്ധവ് താക്കറെ തന്റെ പ്രത്യയശാസ്ത്ര പാപ്പരത്വം കാണിച്ചു എന്നാണ് ബവൻകുലെയുടെ പരാമർശം. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഗൃഹലക്ഷ്മി യോജന എന്ന വാഗ്ദാനവുമായി കോൺഗ്രസും സഖ്യകക്ഷികളും വോട്ട് നേടിയ കർണാടകയിലും ഹിമാചൽ പ്രദേശിലും അധികാരത്തിൽ വന്നയുടൻ പദ്ധതി നിർത്തിവെച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രി മജ്ഹി ലഡ്കി ബഹിൻ പദ്ധതിയുടെ ആദ്യ ഗഡു ഓഗസ്റ്റ് 17-ന് സ്ത്രീകളുടെ അക്കൗണ്ടിലെത്തുമെന്നും രക്ഷാബന്ധൻ ദിനത്തിൽ സംസ്ഥാനത്തെ 25 ലക്ഷം സ്ത്രീകൾ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നവിസിന് നന്ദി അറിയിക്കാൻ രാഖികൾ അയക്കുമെന്നും ബവൻകുലെ കൂട്ടിച്ചേർത്തിരുന്നു.